നീ ഇല്ലാതെ പറ്റുന്നില്ല പെണ്ണെ. ആ വലിയ വീട്ടിലേക്ക് ഒറ്റയ്ക്കായ പോലെ പകല് മുഴുവൻ ജോലി തിരക്കായിട്ട് നടക്കും. ഓഫീസിൽ നിന്ന് വന്നാൽ നേരെ ക്ലബിലേക്ക് പോവും. പിന്നെ രാത്രി 10 മണി കഴിഞ്ഞിട്ട് തിരികെ വരും. പക്ഷെ കിടക്കാൻ നേരം നിന്ന് ഒരുപാട് മിസ് ചെയ്യും. നീലൻ അവളുടെ മുഖം കയ്യിലെടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി. അപ്പു, നീ കഴിക്കാറായില്ലേ? നീലന് ഇത്ര നേരമായിട്ടും വിളിച്ചില്ലേ അതമ്മ? അവൾ ടെൻഷനോടെ പറഞ്ഞു. കാർത്തിയായിട്ടും വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. എത്തിയാലും ഉടനെ വിളിക്കും. ആരതി അത് പറഞ്ഞു. നീലന്റെ കോൾ വന്നത് ഒരുമിച്ചാണ്. നീലനാ, അപ്പു ചിരിയോടെ പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്തു. ആദമ്മ അത് കണ്ട് റൂമിന് പുറത്തേക്ക് പോയി. എത്തിയോ നീല? ദേ ഇപ്പൊ വന്ന് കയറിയുള്ളൂ. നീ വല്ലതും കഴിച്ചാ? ഇല്ല, നീ ഇത്ര നേരമായിട്ടും വിളിക്കാത്ത കാരണം പേടിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു റെക്കോർഡിങ്? കുഴപ്പമില്ല. മ്യൂസിക് ഡയറക്ടർ ഇനി നല്ല ഏതെങ്കിലും ചാൻസ് കിട്ടിയാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയോ നീല. അന്ന് എനിക്ക് വേണ്ടിയല്ലേ നീ നല്ലൊരു അവസരം കളഞ്ഞത്.